നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ്. അമേരിക്കയിലെ കെൻട്രി വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിന് പിന്നാലെ ചരക്ക് വിമാനം പൊട്ടിത്തെറിച്ച് വൻ അപകടം. കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കെൻട്രി ഗവർണർ ആൻഡി ബീഷെയർ അറിയിച്ചിരിക്കുന്നത്. പെട്രോളിയം വസ്തുക്കളുടെ റീസൈക്ലിംഗ് നടക്കുന്ന മേഖലയിൽ വിമാനം വീണതിനാൽ വലിയ തീപിടുത്തമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഉഗ്രസ്ഫോടനത്തിൽ കെൻകി സിറ്റിയുടെ ഭൂരിഭാഗം പ്രദേശത്തെയും പുക വിഴുങ്ങിയിരിക്കുകയാണ്. സ്ഫോടനത്തിൽ ഉണ്ടായ അഗ്നിഗോളം വിമാനത്താവളത്തിന് 1 മൈലോളം വ്യാപിച്ചതായാണ് റിപ്പോർട്ട്. കെൻകി വിമാനത്താവളത്തിൽ നിന്നും ഹവായ് ദ്വീപിലെ ഹൊണലുലു വിമാനത്താവളത്തിലേക്ക് ഇന്ധനവുമായി പറക്കാൻ തുടങ്ങിയ വിമാനമാണ് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചത്. വിമാനത്തിൽ 3 ജീവനക്കാർ ഉണ്ടായിരുന്നതായിരുന്നു റിപ്പോർട്ട്. വിമാനത്തിന്റെ ഇടതുവശത്തുള്ള ചിറകിനാണ് ആദ്യം തീപിടിച്ചത്. ഇന്ധനം നിറച്ചിരുന്ന വിമാനമായതിനാൽ നിമിഷ നേരം കൊണ്ട് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തീപിടിച്ചതിന് സമീപമുള്ള കെട്ടിടത്തിൽ 25ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് ആശങ്ക. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. തീയും പുകയും നിറഞ്ഞിരിക്കുന്നതിനാൽ വിമാനത്താവളത്തിന് 5 മൈൽ അകലത്തിലുള്ളവരോട് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീ അണയ്ക്കാൻ നിരവധി ഫയർ എഞ്ചിനുകൾ വിമാനത്താവളത്തിലേക്ക് ചീറിപ്പാഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉഗ്രസ്ഫോടനത്തിൽ വിമാനത്താവളത്തിന് സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു. വിമാനത്താവളത്തിൽ തീയും പുകയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് 5:15ഓടെയാണ് ചരക്ക് വിമാനത്തിന് തീ പിടിച്ചത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം സംഭവിച്ചത്. ലൂയിസ് വില്ലെ മുഹമ്മദ് അലി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഹവായ് ദ്വീപിലേക്ക് പറന്ന വിമാനത്തിനാണ് തീപിടിച്ചത്. വിമാനത്താവളം മുഴുവൻ കറുത്ത പുകയാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ധനവുമായി പുറപ്പെട്ട ചരക്ക് വിമാനത്തിനാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അപകട സാധ്യത വർദ്ധിച്ചത്. വിമാനത്തിന്റെ വ്യാപ്തിയും വലുതാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായാണ് വിവരം. ഇപ്പോഴും തീയും പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന് പിന്നാലെ വിമാനത്താവളം അടച്ചു. ഇവിടെ നിന്നുള്ള സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഹോണലുലുവിലേക്ക് പോകുകയായിരുന്ന മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-11F വിമാനമായ UPS ഫ്ലൈറ്റ് 2976 പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് തകർന്നു വീണത്. ലൂയിസ് വില്ലയിലെ മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹോണലുലുവിലേക്ക് പുറപ്പെടുന്നതിനിടെ പ്രാദേശിക സമയം വൈകുന്നേരം 5:15ഓടെയാണ് അപകടം സംഭവിച്ചത്. സംഭവം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UPS കമ്പനിയുടെ കാർഗോ വിമാനമാണ് തകർന്നത്. 3 ജീവനക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 3 പേരും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 2,80,000 ഗാലൻ ഇന്ധനം ഉണ്ടായിരുന്നു. മാത്രമല്ല UPSന്റെ 1991 നിർമ്മിച്ച മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-11 വിമാനമാണ് തകർന്നു വീണത്. UPSന്റെ ഏറ്റവും വലിയ പാക്കേജ് കൈകാര്യം ചെയ്യൽ സൗകര്യം ലൂയിസ് വില്ലിലാണുള്ളത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ ഹബ്ബ് വഴി പ്രതിദിനം 300 വിമാനങ്ങൾ കടന്നുപോകുന്നു. വിമാനം തകർന്നു വീഴുന്ന വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്.